കൺഗ്രാറ്റുലേഷൻസ് മാം. താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേർക്കും വർക്ക് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക്സ്. ഇതാ ഇവിടെ തൽക്കാലം ഇവിടെ ഇരിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ക്യാബിൻ റെഡിയാക്കി തരാം. ശരി. എന്നാ ചെല്ലേ. ഹായ്. ഹായ്. അവരോട് ജോലിക്ക് കയറുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേടാ, ഏട്ടത്തി പിന്നെയും കുഴപ്പമില്ല. ജോലിക്കാരെന്നൊക്കെ പറഞ്ഞ് പുറത്തെങ്കിലും ഇറങ്ങാറുണ്ടല്ലോ. എന്റെ ആളാണ് വീട് വിട്ട് പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല. എങ്ങനെയാടാ ഞാൻ അവളെ കാണുന്നതെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ദിവസം ഇനി ജോലിക്ക് വരുമല്ലോ. ഞാനും എല്ലാ ദിവസം വന്ന് ഇങ്ങനെ കണ്ടോളാം. അവരുടെ ജോലി അവർ നോക്കട്ടെ. വാടാ, നമുക്ക് നമ്മുടെ ജോലി നോക്കാം. വാ. വിനായകനല്ല, ഗോവിന്ദൻ. സോറി, GO വിന്ദ. മുരുക. എന്റെ പേര് മുരുകൻ എന്നല്ല, ബാലാജി. വേണമെങ്കിൽ നിനക്ക് വേണ്ടി മുരുകാന്ന് പേര് മാറ്റാം. ദൈവമേ, ജോലി തരാൻ പറഞ്ഞിട്ട് പ്രോബ്ലം ആണോ തരുന്നത്? ഇത് പ്രോബ്ലം ഒന്നുമല്ല തക്കമ്മ. തക്കമ്മയാരാ? നിന്റെ പേരതല്ലേ? തക്കമ്മ നല്ലത് പിന്നെ എന്ത് വിളിക്കാനാ? തക്കമ്മ എന്ന് എന്നെ വിളിക്കും. തുടക്കത്തിലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, പ്രാക്ടീസ് ചെയ്ത് 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 തഴക്കമായി. ഇപ്പൊ ഈ തക്കമ്മ എന്നുള്ള പേര് എനിക്ക് ഓക്കെയാ. മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. തക്കമ്മ പുതിയതായിട്ട് ജോലിയിൽ ജോയിൻ ചെയ്തതല്ലേ? ഓൾ ദി ബെസ്റ്റ്. എന്റെ പേര് തക്കമ്മ എന്നല്ല. എന്ത്? അന്ന് ചോദിച്ചപ്പോ നീ അങ്ങനെയല്ലേ പറഞ്ഞങ്ങനെ വിശ്വസിക്കോ? എന്റെ മുഖം കണ്ട അങ്ങനെ എന്റെ പേരെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് തന്നെയല്ലേ ഞാനും അന്ന് നിന്നോട് പറഞ്ഞത്. നീ തന്നെയല്ലേ എന്റെ പേര് തക്കമ്മ 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 എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞത്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാനത് ഫിക്സ് ചെയ്തു. ഇനി അങ്ങനെ തന്നെ വിളിച്ചോളാം. നിന്റെ പേര് എന്തായാലും എനിക്കെന്താ. തക്കമ്മ എന്നുള്ള പേരും കുഴപ്പമൊന്നുമില്ല. ഇനി മുതൽ ഞാൻ തക്കമ്മന്ന് വിളിച്ചോളാം. കൊന്നുകളയും ഞാൻ. ഇനി ഒരു തവണ എന്നെ തക്കമ്മാന്ന് വിളിച്ചാണ്ടല്ലോ. പിന്നെ ഇനി എന്ത് ചെയ്യാനാ? തക്കമ്മന്ന് വിളിച്ച് വിളിച്ച് എനിക്ക് ശീലമായി. തക്കമ്മ. നിന്റെ കാല് ഞാൻ പിടിക്കാം. ദയവ് ചെയ്ത് ആ പേര് പറഞ്ഞല്ലേ വിളിക്കല്ലേ. വേറെന്താ വിളിക്കാനപ്പോ? എന്റെ പേര് അങ്ങനെയല്ല. വേറെന്താ? എന്തെങ്കിലും ആയിക്കോട്ടെ. നീ ആദ്യം ഇവിടുന്ന് പോ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഹലോ, ഓഫീസിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാ. നിന്നെ കാണാൻ വന്നതാണെന്ന് നീ ഇങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ ശരിയാവുക? ആദ്യം നിന്നെന്താ വിളിക്കണെന്ന് പറ. തക്കമ്മ നോക്കിയല്ലേ? പിന്നെയും തക്കമ്മാന്ന് വിളിക്കാ. എന്റെ പേര് ഗീത. എന്ത്? ഗീത. വാവ്! ഇന്നലെ വരെ എന്റെ സ്വന്തം പേര് എനിക്ക് തന്നെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഗീത ഗോവിന്ദം. ആഹാ, ഗീത ഗോവിന്ദം എത്ര രസമായിട്ടുണ്ടല്ലേ. ഓ ഗീത, എന്താടേ ഇത്? നീ വെറുതെ ഇരിക്കും പൂർണ്ണി. എനിക്ക് തന്നെ ദേഷ്യം വന്നിട്ട് വയ്യ. അപ്പോഴാ നീ. എന്താന്ന്? നിന്റെ പേര് പൂർണ്ണിന്നാണോ? എന്താ ഇത്? ലോകത്ത് എന്തോരം നല്ല നല്ല പേരുകളുണ്ട്. എന്നിട്ട് ഈ ഒരു പേരാണോ നിനക്ക് ഇടാങ്ങണ്ടേ? അതും പൂർണ്ണിന്ന്. ശരി, നിന്റെ പേര് പൂർണ്ണിന്നാണെങ്കിലേ എന്റെ പേര് ജഗന്നാഥൻ ആക്കിക്കോളാം. പൂർണ്ണി ജഗന്നാഥ്. കൊള്ളാലേ? നിങ്ങൾ എന്ത് പേര് വേണമെങ്കിലും വെച്ചോളൂ. എനിക്കതിൽ എന്ത് കാര്യം? നിങ്ങളൊന്ന് പോവും. എനിക്ക് ജോലി നോക്കണം. മുരുകാ. മുരുകാ. ഞാൻ എന്റെ ദൈവത്തിനെ വിളിച്ചതാ. ഞാനും ദൈവത്തെ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താ? എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? ഞങ്ങൾ അതിന് ടോർച്ചറും ചെയ്യുന്നില്ലല്ലോ. അതെ, ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാ. എന്ത് ജോലി എവിടെ? നിങ്ങൾക്ക് എന്താ ജോലി? ഹലോ, ഞങ്ങളെ പോലുള്ളവരെ എവിടെ ആവശ്യമുള്ളത്? കല്യാണാവാത്ത പയ്യന്മാരും എന്തിനാ ഇവിടെ വരുന്നത്? ആലോചന നോക്ക. എന്നാ ഞങ്ങൾക്കും ഒരു നല്ല ആലോചന നോക്ക്. കല്യാണം കഴിച്ചോളാം. ഇത് നോക്ക്, എനിക്കൊരു നല്ല ആലോചന നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ ഉണ്ണക്കണ്ണ് വെച്ച് എന്നെ ഇങ്ങനെ ഒന്നും നോക്കല്ലേ. എടി മോളെ, നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് എനിക്ക് പറ്റിയൊരു ആലോചന നോക്ക്. ഇങ്ങനെ തലകുനിഞ്ഞിരുന്നാൽ എങ്ങനെയാ? പറയൂ സർ, നിങ്ങൾക്ക് എങ്ങനത്തെ ആലോചന വേണ്ടേ? എനിക്ക് എന്റെ പേരിന് മാച്ച് ആവുന്ന പോലത്തെ ഒരു പെണ്ണിനെ വേണം. ഇപ്പൊ എന്റെ പേര് ഗോവിന്ദൻ എന്നല്ലേ? ഗീത ഗോവിന്ദൻ, അതുപോലത്തെ വേണം. നിന്നെ? ഹലോ, ഗീത എന്നുള്ള പേരില് ഈ ലോകത്ത് വേറെ പെണ്ണില്ലാന്നാണോ? ആ പേരില് വേറൊരു പെണ്ണിനെ നോക്കിത്താ.
വേറെന്താ? വേറെന്താ? അതായത് പെണ്ണിനധികം വെയിറ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ലോണം മെലിഞ്ഞിട്ട് നല്ല ഭംഗിയില് ഇല്ലിയാനെ പോലെ ഉണ്ടാവണം. പിന്നെ കണ്ണിങ്ങനെ നല്ലോണം വലുതായിട്ട് കോഴിമുട്ട പോലെ ഉണ്ടാവണം. അതായത് നല്ല 2 ഉണ്ട കണ്ണുകളായിരിക്കണം. റൊമാൻറ്റിക് ആയിട്ട് നോക്കിയ ഉമ്മ കൊടുക്ക. മതി. നീയല്ലേ എല്ലാം പറയാൻ പറഞ്ഞ പെൺകുട്ടി എങ്ങനെ ഉണ്ടാവണമെന്ന്. പറയുന്നത് കേക്ക്. അവൾക്ക് ചെറിയ വായായിരിക്കണം. നല്ല ഭംഗിയുള്ള മൂക്ക് വേണം. ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെയുള്ള 2 കവിളുകൾ. പിന്നെ 2 കൈക്കുള്ളിൽ ഒതുങ്ങുന്ന പോലത്തെ ഇടുപ്പ്. ദേ നോക്ക്, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഹലോ, എന്താ ഇത്? ഇതൊക്കെ എന്റെ റിക്വയർമെന്റ്സ് അല്ലേ? എല്ലാവർക്കും അവരുടേതായ റിക്വയർമെന്റ്സ് ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞ ഫിറ്റിങ്സ് ഉള്ള ഒരു പെണ്ണിനെ കാണിച്ച. നീ പറയുന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാ കാര്യവും അറിഞ്ഞിട്ടും അറിയാത്ത പോലെ അഭിനയിക്കുകയാണല്ലേ? മതി. അങ്ങനത്തെ പെണ്ണിനെയല്ലേ വേണ്ടേ? പോയിട്ട് അവിടുന്ന് പണം അടച്ച് റെസീറ്റ് വാങ്ങിട്ട് വാ. അതൊക്കെ ഞാൻ പതുക്കെ അടച്ചോളന്നേ. എനിക്ക് ഇനിയും കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. പറഞ്ഞു തൊലക്ക്. ഞാൻ പറയാൻ നിക്ക്. ബാലാജി, നിനക്ക് എങ്ങനെയാ? ഒരു ഗ്യാപ്പ് വന്നാലടാ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ശരി, പറഞ്ഞോ. എനിക്ക് കുറച്ച് വണ്ണമുള്ള പെൺകുട്ടികളെ ഇഷ്ടം. നല്ല ബൊമ്മക്കുട്ടി പോലെ ഇരിക്കണം. പിന്നെ ദേഷ്യപ്പെടുമ്പോഴേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം. പേരിന്റെ കാര്യത്തിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. എന്ത് വൃത്തികെട്ട പേരായാലും എനിക്കതിലൊരു കുഴപ്പമില്ല. പെൺകുട്ടി നല്ല പാവമായിട്ടിരിക്കണം. നല്ല അടക്കമൊക്കെ ഉള്ള, ഭർത്താവിനെ നന്നായിട്ട് നോക്കുന്ന ആൾ കൂടിയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. ഇതൊക്കെ അല്ലാതെ എനിക്ക് വേറെ വലിയ ഡിമാൻഡുകളൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ ശേഷം പെണ്ണിന് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഞാൻ മാറിക്കോളാം. എന്ത് ഡിമാൻഡ് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ധൈര്യമായിട്ട് പറയാം. പെണ്ണിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതെല്ലാം സാധിച്ചു കൊടുക്കാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. എടാ, നീ ഇങ്ങനെ ഇരുന്ന് പിച്ചെടുക്കലടാ. പെണ്ണ് ഓക്കെ പറയാൻ വേണ്ടി നീ എല്ലാത്തിനും തലയാട്ടിക്കൊണ്ടിരിക്കുക. അതിലെന്താണ് തെറ്റായിട്ടുള്ളത്? കല്യാണം കഴിഞ്ഞു കഴിയുമ്പോഴേ തല കുനിച്ചല്ലേ എല്ലാ പെമ്പിള്ളേരും വീട്ടിൽ നിൽക്കാറ്. വീട്ടിൽ എങ്ങനെയൊക്കെ ആണെങ്കിലേ അവർക്ക് വേണ്ടി നമ്മൾ ഇത്തിരി താന്നു കൊടുത്തു നിർത്തേണ്ട ഒരു തെറ്റുമില്ല. ഇപ്പൊ തൊട്ട് ഞാനതൊക്കെ ശീലിക്കുകയാണെങ്കിൽ ലൈഫ് നല്ല രസമായിരിക്കും. എടാ, വൈഫും ഹസ്ബൻഡും എന്ന് പറഞ്ഞാ 2 കുതിരകളെ പോലെ ആയിരിക്കണോടാ. 2 പേരും ഈക്വൽ ആയിരിക്കണം. നമ്മളെന്തിനാ താഴ്ന്നു കൊടുക്കുന്നത്? ഇതേ നോക്ക് തക്കമ്മ. സോറി ഗീത. ഇപ്പോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് ഈക്വൽ ഫ്രീഡം കൊടുക്കും, ഈക്വൽ പ്രയോറിറ്റി കൊടുക്കും. ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നോ അവളും അത്രത്തോളം ആഗ്രഹിക്കണം. അവളെ എത്രത്തോളം ഞാൻ മനസ്സിലാക്കുന്നോ അവളും അത്രത്തോളം എന്നെയും മനസ്സിലാക്കണം. മതി, എല്ലാം നന്നായിട്ട് മനസ്സിലായി. ആദ്യം പോയി പൈസ അടച്ച് റെസീറ്റ് വാങ്ങിട്ട് വാ. പൈസ അടയ്ക്കാന്നല്ല ഞാനും പറഞ്ഞേ. ഇനിയും സംസാരിക്കാൻ ഒരുപാടുണ്ടല്ലോ. ഇനി എന്താ സംസാരിക്കാനുള്ളത്? ഇപ്പോ ആ പെണ്ണിന്റെ ക്യാരക്ടർ എങ്ങനെയാ ഉണ്ടാവേണ്ടത്? ദൈവമേ, രാഹുവും കേതു യമകണ്ടോ എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ വന്നേക്കുന്നത്. കനകരത്ന ഒറ്റയ്ക്കായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു. ഇതിപ്പോ ആ പീതാംബരനെ കൂട്ടിക്കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. കിട്ടിയതൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി അവരുടെ അമ്മയും കൂടെ തന്നെയുണ്ട്. എല്ലാരും കൂടി എന്തിനാണാവോ വന്നിരിക്കുന്നത്? ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്തിനാണാവോ എന്തോ. ഇതെന്താ മാളവികെ, ഞാൻ നിന്നെ കാണാൻ വന്നപ്പോ നിന്റെ മുഖമൊക്കെ വാടിപ്പോയല്ലോ. ഞങ്ങള് വന്നത് നിനക്കെന്താ ഇഷ്ടായില്ലെന്നുണ്ടോ? ചേച്ചി, എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേച്ചി വരുന്നതില് എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. വേറൊരാവശ്യത്തിന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നിങ്ങൾ ഫോൺ ചെയ്തിട്ട് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? എന്റെ കാര്യം നടന്നില്ല. അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിരിക്കുമായിരുന്നു. പറയൂ ചേച്ചി, എന്താ കാര്യം? എന്താ മാളവിക, ഇത് മര്യാദയാണോ? നീ എല്ലാവർക്കും കല്യാണം അറേഞ്ച് ചെയ്യുന്ന ഒരാളല്ലേ?
ഈ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് വരുന്ന ആൾക്കാരോട് പെണ്ണ് വീട്ടുകാര് കാണിക്കുന്ന മര്യാദയൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ട് പിന്നെ എന്താ അങ്ങനെ നിൽക്കുന്നേ? ഇത്രയും നല്ലൊരു ഓഫീസൊക്കെ പണിതിട്ടിട്ട് ഞങ്ങളെ പുറത്തു നിർത്തി സംസാരിക്കുന്നത് ശരിയാണോ? ഉള്ളിലേക്ക് വിളിച്ച് AC ഒക്കെ ഇട്ട് തന്നിട്ട് നല്ല ജ്യൂസും പാനിയൊക്കെ തന്ന് അങ്ങനെയല്ലേ സംസാരിക്കണ്ടേ? ആ അതെ അതെ, നിങ്ങള് പൈസ പിരിക്കുന്നതിന് വേണ്ടിയല്ലേ ഇറങ്ങിയത്? നിങ്ങൾക്ക് പൈസ തരാനുള്ളവരൊക്കെ നിങ്ങളെ പറ്റിച്ച് കണ്ണുവെട്ടിച്ചുകൊണ്ട് നടക്കുക. അവരെയൊക്കെ പിടിക്കാൻ നിങ്ങൾക്ക് പോവണ്ടേ? ഇവിടെ വന്നിരുന്ന് പതുക്കെ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുവാണെങ്കിൽ അവരൊക്കെ അവരുടെ വഴിക്ക് വിട്ടു പോവില്ലേ? നിങ്ങളുടെ ടൈം അതുകൊണ്ട് വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇവിടെ തന്നെ നിന്ന് സംസാരിച്ചത്. ആ പൈസ വാങ്ങാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇറങ്ങിയത്. അതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് വാങ്ങിക്കും. പക്ഷേ ഇവക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞത്. അതിങ്ങനെ പുറത്ത് നിന്നുകൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഇരുന്നേ സമാധാനമായിട്ട് നമുക്കത് സെറ്റിൽ ചെയ്യാം. വാ അകത്തേക്ക് പോവാം, അവിടെ പോയിരുന്ന് സംസാരിക്കാലോ നമുക്ക്. സെറ്റിൽമെന്റോ? അല്ല, നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? ഇത്രയും ദൂരം വന്നിട്ട് കാര്യം എന്താണെന്ന് നിന്നോട് വ്യക്തമായിട്ട് പറയാതെ ഞങ്ങൾ പോവോ? നീ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. വാ നമുക്ക് പോവാം, ഇരുന്ന് സംസാരിക്കാം. വാ വാ, ഇവിടെ ഒന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം? വാന്നേ ഇങ്ങോട്ട്. ഇങ്ങോട്ട് നോക്ക്. നീ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കുന്നേ. ഇവിടെ പണം അടക്കാതെ ആലോചനയൊന്നും നോക്കാൻ പറ്റില്ല. ഫോട്ടോ പോലും കാണിക്കില്ല. ആദ്യം അവിടെ പോയി ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് അടച്ച് അവിടുന്ന് തരുന്ന റെസീറ്റും വാങ്ങിയിട്ട് വാ. വന്നതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എന്താ നീ ഇങ്ങനെ? എന്നെ അത്രയ്ക്കും വിശ്വാസമില്ലേ? ആദ്യം ആ പെണ്ണിന്റെ ഫോട്ടോ ഒന്ന് കാണിക്ക്. എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ പോയി അഡ്വാൻസ് അടച്ചോളാം. അതെ അതെ, എനിക്കും അതെ സെയിം ഫീലിങ്സാ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെൺപിള്ളേർ ഞങ്ങളുടെ കൺമുമ്പിൽ ഇരിക്കുവല്ലേ. പൈസ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യാം. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ. അയ്യോ, എന്തൊരു ശല്യ. ഞാനിവിടെ സംസാരിക്കുമ്പോ നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? ശരി ശരി, നിങ്ങൾ ജോലി ചെയ്തോളൂ. ഞങ്ങൾ പോയി അഡ്വാൻസ് അടച്ചിട്ട് വരാം. ഓക്കെ? എടാ ബാലാജി, വാടാ. ഒന്ന് പെട്ടെന്ന് വാ. എടാ, എന്താണിത്? പെട്ടെന്ന് അമ്മ ഇങ്ങോട്ട് വന്നത്? ഇതിനു മുമ്പ് ഞാനും നീയും അവരുടെ മുമ്പിലെ വലിയൊരു ബാഹുബലിയായിരുന്നടാ. അമ്മ വന്നപ്പോ എല്ലാം പോയില്ലടാ. എടാ, ഒന്നും മിണ്ടായിരിക്കും. അല്ലെങ്കിൽ തന്നെ എന്റെ രണ്ട് കാലും കിടന്ന് വറക്കിയ അതിന്റെ ഇടയില അവന്റെ കോപ്പിലൊരു എഫക്റ്റ് ഇടല്. നമുക്ക് ഇവിടെ തന്നെ ഒളിഞ്ഞിരുന്ന് നോക്കാം. അമ്മ എന്തിനാ വന്നതെന്ന് അറിയില്ലല്ലോ. ഇനിയൊരു പക്ഷെ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നായിരിക്കോടാ ബാലാജി. എനിക്ക് പേടിയാവുന്നടാ. വെറുതെ പേടിപ്പിക്കില്ലടാ. നീ ഒന്ന് ചുമ്മാതിരുന്നേ. ആവശ്യമില്ലാത്ത വർത്താനെന്നും പറഞ്ഞ് നീ വെറുതെ എന്നെ ടെൻഷൻ ആക്കല്ലേ. ഒച്ച ഉണ്ടാക്കാതെ അവിടെ മിണ്ടായിരിക്കടാ. നീ എന്താടി സാമ്പാർ ഇവിടെ? ദേ നോക്ക്, സാമ്പാർ കീമ്പാർ എന്ന് പറഞ്ഞ പേരൊക്കെ പറഞ്ഞെന്നെ വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. എന്താ മോളെ ഇതൊക്കെ? ആകെ എത്രയല്ലേ ഉള്ളൂ. ചെറിയ കോഴിക്കുഞ്ഞിനെ പോലെ ഇരുന്നേച്ച് ഇമാതിരി സ്വഭാവം കാണിക്കരുത്. എന്റെ പെങ്ങളോട് സംസാരിക്കുമ്പോഴേ കുറച്ച് തലയൊക്കെ കുഞ്ചിന്ന് സംസാരിക്കണം കേട്ടോ. തല കുനിഞ്ഞ് സംസാരിക്കാനും ബഹുമാനം കാണിച്ച് സംസാരിക്കാനും
ഞാൻ നിങ്ങളുടെ വീട്ടിലെ അടിമയൊന്നുമല്ല. മര്യാദക്ക് ഞാൻ ഒന്നും സംസാരിക്കാതെ നിന്നതാ. എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിച്ചത് നിങ്ങൾ മാത്ര. ഇനി നിങ്ങൾ മര്യാദക്ക് സംസാരിച്ചില്ലേല് അത് വലിയ പ്രശ്നമാവും. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ എന്തിനാടി നിന്നോട് മര്യാദ കാണിക്കാൻ നിൽക്കുന്നേ? നിന്നെ കാണുമ്പോ തന്നെ എന്റെ തല മുതല് പെരുവിരല് വരെ ദേഷ്യം എരച്ചു കയറും എനിക്ക്. നല്ല ആൾക്കാരെ കാണുമ്പോ നിങ്ങളെ പോലെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ തോന്നും. അതൊരു രോഗമാണ്. അതത്ര നല്ലതൊന്നുമല്ല. ഏതെങ്കിലും അമ്പലത്തിൽ പോയി ഇരുന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്ക്. പ്രസാദം എന്തെങ്കിലും കിട്ടും. അത് വാങ്ങിയിട്ട് നിങ്ങൾ ഭക്തിയോടെ ഇരിക്കുക. അല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോയാല് ആസിഡിറ്റിക്ക് മരുന്ന് തരും. ദിവസം അത് കുടിച്ചാ മതി. ഇത് എന്തൊക്കെയാ നടക്കുന്നേ? ആഹാ, ഞങ്ങളെ ഉപദേശിക്കാൻ മാത്രം ആയോ നീ? ഞാൻ ആരുമല്ലായിരിക്കും. നിങ്ങൾ തന്നെ വന്ന് എന്നോട് ചോദിച്ചു വാങ്ങിച്ചതല്ലേ. കൊള്ളാലോ, മാട്രിമോണി ഓഫീസിൽ വന്നിട്ട് നല്ല ആലോചന നോക്കി കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാണല്ലേ? അല്ല, ഈ പെണ്ണ് ഏതാ? അതെ, ഇവളുടെ കൂട്ടൊന്നും കൂടല്ലേ. കൂടിക്കഴിഞ്ഞാ നിനക്കത് നല്ലതിനാവില്ല. കനകരത്ന ചേച്ചി, എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നേ? ഇവര് സഹോദരങ്ങളാ. ഓ, നീയാണോ സാമ്പാറിന്റെ ചേച്ചി? നല്ല സൂപ്പറായിട്ടുണ്ട്. സാമ്പാർ സിസ്റ്റേഴ്സ് അല്ല, എന്തിനാ രണ്ടാളും ഇവിടെ വന്നിരിക്കുന്നത്? അന്ന് കല്യാണ വീട്ടിൽ വെച്ച് കണ്ടപ്പോ ബന്ധുക്കാരോ ഫ്രണ്ട്സോ ആയിരിക്കുമെന്ന് വിചാരിച്ചു. ചേച്ചിയോ അനിയത്തിയാന്ന് വിചാരിച്ചില്ല. ഇപ്പോഴല്ലേ മനസ്സിലായത്. അല്ല, എന്താ ഇപ്പൊ രണ്ടാളും ചേർന്ന് നല്ല കല്യാണാലോചന നോക്കി ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും അല്ലേ? എടി, നിന്നെ പോലെ അഹങ്കാരം പിടിച്ചവൾക്ക് ഒരു കല്യാണം പോലും സെറ്റ് ആവില്ല. നീ വേണേ എഴുതി വെച്ചോ. ഞാൻ പറഞ്ഞതാ മോളെ. നിനക്ക് കല്യാണം വിധിച്ചിട്ടില്ലടി. എടാ, എന്താടാ ഇത്? അമ്മ എന്തിനാ ഇങ്ങനെ ശപിക്കുന്നത്? ഗീതയ്ക്ക് കല്യാണം ആയില്ലെങ്കിൽ എനിക്കും കല്യാണം ആവില്ലല്ലോ. അമ്മ വെറുതെ ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്നല്ലേ എന്ന് വെച്ച് കല്യാണം നടക്കാതിരിക്കുവോ? അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബലിക്കാൻ വേണ്ടി അമ്മ എന്താ ഈ നാട്ടിലെ വല്ല ദൈവമാണോ? ഇല്ലല്ലോ, ഇതെല്ലാം ഒരു ഉടായിപ്പല്ലേ. നീ ചുമ്മാതിരി. എന്താ പറഞ്ഞു? മലയാളത്തിൽ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് ജീവിതത്തില് കല്യാണം നടക്കില്ലാന്ന്. സന്തോഷം. കല്യാണം നടന്നില്ലെങ്കിൽ ഒരുപാട് സന്തോഷം. അന്നൊരു സർദാർജിയുടെ ഒപ്പം നടക്കുന്നുണ്ടായിരുന്നല്ലോ. ആരാടിയവൻ? നീ എന്താ അവനെ കെട്ടാൻ പോവാണോ? ഞാൻ കല്യാണം കഴിക്കണം. അമ്മ എവിടെ നിപ്പുണ്ട്? ഇങ്ങോട്ട് നോക്ക്. ഒട്ടും മര്യാദയില്ലാതെ സംസാരിക്കുന്നത് അതത്ര നല്ലതിനല്ല. നിനക്ക് കല്യാണം ആവില്ലെന്ന് ഒരാവേശത്തിന്റെ പുറത്താ ഞാൻ പറഞ്ഞേ. പക്ഷെ നീ കല്യാണം കഴിക്കണോടി. നിനക്ക് എങ്ങനത്തെ അമ്മായിമേനെ കിട്ടണോന്നറിയോ? എന്നെ പോലുള്ള ഒരു അമ്മായിമ്മയുടെ അടുത്ത് വേണം നീ എത്താനായിട്ട്. എന്നാ മാത്രം നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവ് വരുള്ളൂടി. ആദ്യം എനിക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു പ്ലാനും ഇല്ല. പക്ഷേ എപ്പോഴെങ്കിലും ഞാനൊരു കല്യാണം കഴിച്ചാ, അല്ലെങ്കിൽ എന്റെ ഈ ചേച്ചി ഉണ്ടല്ലോ, എന്റെ ചേച്ചിക്ക് നിങ്ങളെ പോലെ അമ്മായി അമ്മേനെ കിട്ടിയാലും ഉറപ്പായിട്ട് ഞാൻ തന്നെ അവരെ കൊല്ലും. ഈ അഹങ്കാരം മൊത്തം ഞാൻ മാറ്റി കൊടുക്കും. എന്താടി പറഞ്ഞേ? നീ എന്റെ അഹങ്കാരം മാറ്റുമെന്നോ? എനി ഡൗട്ട്സ്? എടാ, ഇവര് രണ്ടുപേരും അമ്മായിമ്മയും മരുമോളും ആവുന്നതിന് മുമ്പ് തന്നെ പൊരിഞ്ഞ അടിയാണല്ലോ. ഇനി കല്യാണമെങ്ങാനും കഴിഞ്ഞ് മരുമോളായിട്ട് ഇവരെങ്ങാനും നമ്മുടെ വീട്ടിലേക്ക് വന്ന അപ്പൊ നടക്കാൻ പോകുന്ന സീൻ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയോ? നമ്മൾ അതിനെ കുറിച്ചൊന്ന് ആലോചിക്കണം. പെങ്ങളെ, ഒരു പെങ്കൊച്ചിനെ പോലും പ്രസവിക്കാതെ ഒന്നാന്തരമായിട്ട് പ്ലാൻ ചെയ്തതുപോലെ തന്നെ 3 ആമ്പിളരെ അങ്ങ് പറ്റൂ. പക്ഷെ എന്ത് കാര്യമുണ്ട്? 10 പൈസക്ക് ഉപകാരമില്ലാത്ത 3 മരുമക്കളെയും കിട്ടി. അവർക്ക് ഒരു വരുമാനവും ഇല്ലെങ്കിൽ തന്നെയും 3 പേർക്ക് ഒരു പണിയില്ലാതെ കുത്തിയിരുന്ന് ആഹാരവും വെള്ളവും തുണിയൊക്കെ എക്സ്ട്രാ ചെലവായിട്ടൊക്കെ മാറുക. ഇതെല്ലാം ലോസാണ്. അതേടി, ഒരുത്തി പോലും ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല. ഞാനൊരു കാപ്പി ചോദിച്ചിട്ട് എത്ര നേരമായെന്ന് അറിയാമോ നിനക്ക്? ഇത്രയും നേരമായിട്ട് ഒരുത്തി പോലും കാപ്പി ഉണ്ടാക്കി തന്നില്ല എനിക്ക്. അവരെ ഞാൻ എന്താ ചെയ്യാന്ന് കണ്ടോ? എടി ലതേ, ലതേ, അമ്മേ, നീ എന്തു അടി അവിടെ ചെയ്തോണ്ടിരിക്കുന്നെ? തൈരുണ്ടാക്കാൻ പാല് ചൂടാറ്റുമായിരുന്നു അമ്മേ. പാല് ചൂടാക്ക്. നീയൊക്കെ കാരണം എന്റെ തലയടി ചൂടാവുന്നേ. എന്റെ അമ്മ ഒരു കാപ്പി ചോദിച്ചിട്ട് 1 മണിക്കൂറായി.
ഒരു കാപ്പി കൊടുത്ത് എന്താടി നിനക്ക് കുഴപ്പം? അയ്യോ അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ഞാനത് കൊടുത്തായിരുന്നു, അപ്പോഴേ കുടിച്ചു. 10 മിനിറ്റ് പോലും ആയിട്ടില്ല. ആ അപ്പൊ പിന്നെ ഞാൻ നുണ പറഞ്ഞെന്നാണോ പറയുന്നേ? ഞാൻ സത്യമാ പറയുന്നേ. നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടടി, കൊണ്ടോ നീ. ചേട്ടാ, ഇവള് അമ്മയ്ക്ക് കാപ്പി കൊടുക്കാത്തതിന് ഇവളുടെ പേരില് ഒരു 500 രൂപ പിഴ എഴുതു. അതെ 8,65,634 പൈസ. വിസിൽ എങ്ങാൻ അടിച്ചൊരു 1000 രൂപയും കൂടി ഞാൻ എഴുതും. ആ ഇനി ഇവിടെ വിട്ടേക്ക്. ഇനി ചെറിയ മരുമകളെയാ വിളിക്കേണ്ടത്. ഇപ്പൊ എവിടെയാണാവോ? എന്താ ഇത്? ഇവിടുന്ന് പോ. അമ്മ കണ്ട പ്രശ്നാവും. ഞാൻ തരാനുള്ള സ്ത്രീധന തുക കൊടുത്തു തീർക്കാതെ നിങ്ങൾ എന്റെ ദേഹത്ത് തൊടില്ലെന്ന് ഞാൻ സത്യം ചെയ്ത് കൊടുത്തതാ. അതുകൊണ്ട് ഇവിടുന്ന് പോ. അവളെന്റെ ഇളയ മരുമോളല്ല, എന്റെ ശനി മരുമകളാ. എടി പൂർണിമേ, നീ എവിടെ പോയി കിടക്കാടി? ഇങ്ങോട്ട് വാടി. ആ ദാ വരുന്നു അമ്മേ. അമ്മ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, റൂം തുടക്കുമായിരുന്നു. അല്ല, എന്നോട് യുദ്ധം ചെയ്യാൻ വേറൊരുത്തിയും കൂടി ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അവൾ എവിടെ പോയി കിടക്കുവാ? സാമ്പാറേ, എടി സാമ്പാറേ.